വീട്ടില് ഞങ്ങള് മാത്രമുള്ള ഒരു വൈകുന്നേരം. ഈ ഞങ്ങളെന്ന് പറയുമ്പോ ഞാനും എന്റെ തല തിരിഞ്ഞൊരു നാത്തൂനും ഓളെ 2 പ്രൊഡക്റ്റും പിന്നെ അതിലും തല തിരിഞ്ഞൊരു ഇളച്ചിണ്ട് എനിക്ക്. വെറുതെ വർത്താനം പറഞ്ഞിരുന്നപ്പോ പുറത്തു പോയി ചായ കുടിച്ചാലോ എന്നുള്ളൊരു ടോക്ക് വന്ന്. ബട്ട് ചായ കുടിക്കാൻ പോണെങ്കിൽ വീട്ടിൽ ഒരു 3-4-5 കിലോമീറ്റർ പോയി പുത്തൂര് ബൈപ്പാസ് എത്തണം. ഞങ്ങൾക്കാണെങ്കിൽ ഡ്രൈവിംഗ് അറിയൂല, ഞങ്ങളെ കൊണ്ടുപോകാൻ വീട്ടിൽ ആരും ഇല്ലേനു. അങ്ങനെ അവസാനം നടന്നു പോയി ചായ കുടിച്ചു വരാന്നുള്ള ഒറ്റ മൈൻഡായി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ പോണ വൈക്കുള്ള എല്ലാ തോട്ടിലും ചാലും ഞങ്ങൾ കയ്യും കാലൊക്കെ ഇട്ടിട്ടാണ് പോണത്. ഏത് നേരത്താണാവോ എനിക്ക് ഈ ഷൂസ് ഇടാൻ തോന്നിയത്. അങ്ങനെ ഞങ്ങൾ നടന്ന് പുത്തൂരെത്തി. ബട്ട് ചായ കുടിക്കണമെങ്കിൽ ഇനിയും നടക്കണം. നടന്ന് കുറച്ച് ആവത് കുറഞ്ഞോണ്ട് ബാക്കി ഇനി ഇരുന്നിട്ട് നടക്കാന്ന് കരുതി കുറച്ചു നേരം പോയോണ്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു. വൈകുന്നേരം ഇതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കാണ്ട് ഇതുപോലൊക്കെ ഒന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ വാങ്ങി ഇതുപോലെ സൺസെറ്റും പ്രകൃതിന്റെ രമണീയതയും ഈ പാടും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഇരിക്കണോടത്ത് ഇതുപോലെ ഉറുമ്പും കൂടെ ഉണ്ടോന്നും കൂടി ശ്രദ്ധിച്ചോണ്ടി, ഇല്ലെങ്കിൽ മൂട്ടിൽ കയറി കടിക്കും. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോണ്ടി. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നടന്ന് പോകുമ്പോ ഒരൊറ്റ മൈനേനെ കണ്ട്. എന്തായാലും ഞാൻ കണ്ട് എന്റെ കൂടെ ഉള്ളവരെയും വിളിച്ച് കാണിച്ചു കൊടുത്ത് നിങ്ങളും കണ്ടോളി. ഫൈനലി വി റീച്ച്ഡ് കേൾട്ടൻ മക്കാനി. അവിടെ നിന്ന് കടികളുടെ എണ്ണൊക്കെ എടുത്ത് വേണ്ടതൊക്കെ ഓർഡർ ആക്കി. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ചാമോസിന്ന് ഒരു ക്രീമി മോമോസും കൂടി വാങ്ങിയായിരുന്നു. നടന്ന ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ചായ മാറ്റി ലേമോ ഓർഡർ ആക്കി. ബട്ട് ഞാൻ എന്നാലും ഒരു ചായ വാങ്ങി. എനിക്ക് ചായ ഇല്ലെങ്കിൽ വൈകുന്നേരത്തെ കാര്യം പോക്കാം. എനിക്ക് വൈകുന്നേരം ഒരു ചായ നിർബന്ധമാണ്. ഞങ്ങളെ തീറ്റകൾ കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്. വണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. വണ്ടി ഇപ്പൊ എത്തും. വരുമ്പോ നടന്നിട്ട് VIP ഞങ്ങൾ കാറ് വരും ഇപ്പം ഗൈസ്. അപ്പോ അത്രേ ഉള്ളൂ. ബൈ ഫ്രം പാത്തു.